ഓരോ കാലത്തിനും അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. ആ സവിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും, എങ്ങനെ ഒരു വിപ്ലവ നേതാവ് പോകട്ടെ, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്ന പരിശോധനയും നമുക്ക് ആവശ്യമുണ്ട്. ഈ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്നത് തന്നെ ഒരു അർത്ഥമില്ലാത്ത പ്രയോഗമാണ്. ചരിത്രപരമായി നോക്കുമ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സർക്കാരോ ഭരണകൂടമോ അല്ല, അത് വലതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ആ വലതുപക്ഷ ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിക്കുന്ന വിഭാഗം തന്നെയാണ്. ഇവിടെ പക്ഷേ കേരളത്തിൽ വരുമ്പോൾ നമുക്ക് പ്രതിപക്ഷത്തിന് ഭരണം കിട്ടുന്നു. അവിടെയാണ് ഭരണത്തിന്റെ താല്പര്യങ്ങളും പ്രതിപക്ഷത്തിന്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെയും പാർട്ടിയുടെയും താല്പര്യങ്ങൾ ഇവയെങ്ങനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന വിഷയം വരുന്നത്. ആ പൊരുത്തപ്പെടുത്തൽ എപ്രകാരം ഭംഗിയായി നടത്താൻ കഴിയുമോ അവിടെയാണ് നമ്മുടെ ഭരണത്തിന്റെ വിജയം ആശ്രയിച്ചിരിക്കുന്നത്. അത് ഇല്ലാതെ വരുമ്പോഴാണ് ഭരണവും പാർട്ടിയും അല്ലെങ്കിൽ ഭരണവും സംഘടനയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ആ സംഘർഷം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഭരണം എന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിപ്ലവത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു സംവിധാനമായി മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പുതിയ ചിന്താഗതി അവതരിപ്പിക്കുന്നതിൽ അവിടെയാണ് VS വലിയ തോതിൽ വിജയിച്ചത്. അതുകൊണ്ടാണ് VSനെ ഒരു നല്ല ഭരണകർത്താവ്, ഒരു തുടർ ഭരണം കിട്ടാമായിരുന്ന അവസ്ഥയിലേക്ക് ഒരു ടേം പൂർത്തിയാക്കിയ ഒരു നല്ല ഭരണാധികാരി, അതേസമയം തന്നെ വിപ്ലവത്തിന്റെ പ്രതീകമായി, വിപ്ലവത്തിന്റെ വിപ്ലവ നായകനായി ജനങ്ങൾ പ്രകീർത്തിക്കുന്നത്, ജനനായകനായി പ്രകീർത്തിക്കുന്നത്, ഇതെല്ലാം ഒരുമിച്ച് വന്ന സങ്കീർണമായ ഒരു സങ്കലനമുണ്ട്. ആ സങ്കലനത്തിലാണ് VS എന്ന വ്യക്തിയുടെ പ്രഭാവം നമ്മൾ കൂടുതലായി തെളിഞ്ഞ് കാണാൻ പോകുന്നത്. ശരി, ദാമോദർ കേൾക്കാമെന്ന് കരുതുന്നു. ദാമോദർ, ഇവിടെ ഈ പല സമരങ്ങൾ ഏറ്റെടുത്തതിന്റെ ഒരു ഘട്ടം അങ്ങ് ഓർമ്മിക്കുകയൊക്കെ ഉണ്ടായല്ലോ. ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ പറയുകയുണ്ടായി, ഇതൊരു അപൂർവ പ്രതിഭാസമാണ്. നമ്മൾ ഈ PK ബാലകൃഷ്ണൻ ഇനിയാൻ റങ്കണ്ടയിലൊക്കെ പറയില്ലേ, അപൂർവത്തിന്റെ സാമാന്യത്തിന്റെ നിയമങ്ങൾ കൊണ്ട് അപൂർവത്തിന്റെ ചര്യകളെ വിലയിരുത്തരുത് എന്ന പോലെ VS ഒരു അപൂർവതയായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കേണ്ടത് ഒരു നൈരന്തര്യവുമോ അല്ല. അങ്ങനെ നമുക്ക് വിലയിരുത്താം. അതൊരു വ്യക്തിവാദപരമായ വിലയിരുത്തലായിരിക്കും. പക്ഷേ ചരിത്ര വ്യക്തികൾക്കുള്ള പങ്കുള്ള പോലെ തന്നെ എന്താ പറയുക, VSന് തുടർച്ചയുണ്ടാകുന്നു. VS ഒരു പ്രത്യേക കാലഘട്ടത്തിൽ VS അങ്ങനെ ആക്ട് ചെയ്തു. VS ഒരു ഏജന്റാണല്ലോ, നിലയ്ക്ക് ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന ആള്. ആ ഒരു ഘട്ടത്തിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോയ സമരം കേരള സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിച്ച നേതാവ്, അങ്ങനെ പറയാം. കേരള സമൂഹത്തെ പ്രത്യേകം 2000 ശേഷം വലിയ തോതിൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും സ്വന്തം പാർട്ടിയെയും യുവാക്കളെ എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച നേതാവ്. അപ്പം അത്തരം നേതാക്കളുടെ ആവശ്യം ഉയർന്നു വരുന്ന സാഹചര്യം നിലവിലുണ്ട്. നമുക്കറിയാം ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിന്ന് ആവശ്യമുണ്ട്. കാര്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം ആണ് പലരോടും കാര്യം. എന്തുകൊണ്ടാണ് അങ്ങേയറ്റം വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങേയറ്റം വലതുപക്ഷ വികസനത്തിൻ്റെ രൂപത്തിൽ, വർഗീയതയുടെ രൂപത്തിൽ, അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള സ്പർദ്ധ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ പല രൂപത്തിലും വർഗീയവൽക്കരണവും വലതുപക്ഷവൽക്കരണവും വിദ്വേഷവൽക്കരണവും ഒക്കെ തന്നെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട സമയത്ത് നമുക്കൊരു നേതാവ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. കാര്യം ധാർമ്മികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, ആർജവത്തോടെ സത്യസന്ധമായ രാഷ്ട്രീയം പറയാനുള്ള ആ ഒരു ജനങ്ങളെ മുഴുവൻ പലതരത്തിലുള്ള ജനകീയമായ സമരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നേതാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നേതാവ് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ VSന് ശേഷം ഒരുപക്ഷെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ആ കണ്ണി അറ്റുപോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരം നേതാവ് നമ്മൾ കാണാത്തൊരു അഭാവം നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യം പ്രതികരിക്കുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ഒരുപാട് സാമുദായിക പൈശാചികതകൾ വരുന്ന ഘട്ടത്തിൽ VS എത്രമാത്രം പ്രസക്തമാണ് എന്നിപ്പോൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്ന ഈ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങളാണ്. ആ ഘട്ടങ്ങളിലൊക്കെ ഒരു ഒത്തുതീർപ്പിലേക്കാണ് പിണറായി പോകുന്നത്. കാരണം അയാളെ അല്ലാതെ തന്നെ മോദി റാഞ്ചി എടുത്തിരിക്കുന്നു. പക്ഷേ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതിപ്പോൾ മൈക്രോ ഫിനാൻസ് കേസുകൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു വർഗീയ വിദ്വേഷക പ്രചാരകനാണെന്ന് പറഞ്ഞ് ഒരു എതിർചേരിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണോ? നേരത്തെ സാഹചര്യമല്ല. വെള്ളാപ്പള്ളിക്ക് മുന്നിൽ ഓപ്ഷനുണ്ട്. അതൊരു പുതിയ സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് തന്ത്രപരമായ സമീപനം എന്ന നിലപാട് അത് VSനെ അപ്രസക്തമാക്കുന്നു, VSന്റെ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നതാണ് എന്ന രൂപത്തിലാണോ അതിനെ കാണേണ്ടത് ദാമോദർ? കൂടാതെ ഒരു കാര്യം കൂടി, അങ്ങ് ഈ സ്ത്രീ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത ഘട്ടം VSന്റെ ആ കാലഘട്ടത്തെ പറ്റി ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ പ്രസക്തമായൊരു കാര്യമുണ്ട്, ആശാസമരം മാത്രമല്ല. VSന്റെ ആ കാലത്താണ് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പോലും പ്രവർത്തിക്കാനോ ഒക്കെ തയ്യാറാകുന്ന ഒരു ഘട്ടം വന്നത്.
അപ്പോൾ അവിടേക്കൊക്കെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ കൊണ്ടെത്തിക്കാൻ വി എസിന് കഴിയുകയുണ്ടായി. വി എസ് ആണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നത് എങ്കിൽ, അല്ല ഇനി ഒരുപക്ഷെ വി എസ് സജീവമായിരിക്കുന്ന ഘട്ടമായിരുന്നുവെങ്കിൽ അങ്ങ് കരുതുന്നുണ്ടോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അട്ടത്തിരിക്കുമായിരുന്നുവെന്ന്? അത് പുറത്തു വരിക തന്നെ ചെയ്യുമായിരുന്നില്ലേ? കോൺക്ലേവ് എന്ന് പറയുന്ന ഒത്തുതീർപ്പിലേക്കായിരിക്കില്ലല്ലോ കാര്യങ്ങൾ പോവുക. രണ്ടിനുമുള്ള മറുപടി. അതാണല്ലോ വി എസ് പ്രതിദാനം ചെയ്ത രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. ഉദാഹരണത്തിന് തന്ത്രപരമായിട്ടാണ് വെള്ളാപ്പള്ളി ഇടപെടുന്നത് പറഞ്ഞു. വി എസ് ഇവിടുത്തെ ഒരു സാമുദായിക നേതാവ് എന്തോ പറഞ്ഞ സമയത്ത് ജാതി സംഘടന എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ആളാണ്. വി എസ് ആ സമുദായത്തെ പ്രദാനം ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്നിട്ടും വി എസിന് ജനകീയമായ പിന്തുണ കിട്ടി. എല്ലാ സമുദായങ്ങളും വി എസിനെ പിന്തുണച്ചു. ഒറ്റപ്പെട്ട ധാരണ അറിയാം എന്തുകൊണ്ടാണ് വി എസിന് പറയാനുള്ള ആർജവം ഉണ്ടായത്? ആ വി എസിന്റെ ജനകീയമായ അടിത്തറ. അത് വെള്ളാപ്പള്ളി നടേശനോടാണെങ്കിലും സുകുമാരൻ നായരോടാണെങ്കിലും ഏത് രാഷ്ട്രീയ നേതാവിനോട് സാമൂഹിക നേതാവിനോടാണെങ്കിലും പറയാനുള്ള ആർജവം വി എസ് ഉണ്ടായതുകൊണ്ടാണ്. വി എസിന്റെ അടിത്തറ സ്ട്രോങ് ആയിരുന്നുള്ളതുകൊണ്ടാണ്. വി എസിന്റെ അടിത്തറ സ്ട്രോങ് ആയി വി എസിന് എല്ലാ ആൾക്കാരെയും ഉൾക്കൊള്ളാനുള്ള ശേഷി വി എസിന് ഉണ്ടായിരുന്നു. കാരണം വി എസ് ഉയർത്തുന്ന സാധാരണക്കാരുടെ പ്രശ്നമാണ്. ആ സാധാരണക്കാരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ജാതി മതത്തിൻ്റെ അകത്ത് പെടുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് അത് കേൾക്കാനും അതിന് അനുരണനം ഉണ്ടാവുന്ന വി എസിന് അറിയാം. അതുകൊണ്ട് വി എസിന് ആർജവത്തോടെ എല്ലാം പറയാൻ പറ്റും. വി എസിന് അത് പറയാൻ പറ്റാതിരിക്കും നമുക്ക് ജനകീയമായിട്ടുള്ള നമ്മൾക്ക് സമരമുഖമില്ല. നമ്മുടെ വേരുകൾ ജനകീയമല്ലെങ്കിൽ നമുക്ക് സാമുദായിക നേതാക്കളോടും ജാതി നേതാക്കളോടൊക്കെ നമുക്ക് അനുരഞ്ജനപ്പെടേണ്ടി വരും. ആ ഒരു വോട്ടും ആരും കൊണ്ടുപോകാൻ പോകില്ല. നമുക്ക് എത്ര ഇതൊക്കെ ഈ വീരവാദങ്ങളെ കയറുന്നത് പൊളിഞ്ഞ് പാളീസായിട്ടുള്ളതാണ്. പക്ഷേ വി എസ് അതിനെ പോരാടിയിട്ടുണ്ട്. വി എസ് മാത്രമല്ല, വി എഫ് സുധീരനെ പോലെ നേതാക്കൾ പോരാടിയിട്ടില്ലേ? എത്ര ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാരഥനായിട്ടുള്ള സാംസ്കാരിക എന്താ കേട്ടില്ല? വെള്ളാപ്പള്ളിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. സി പി എമ്മിന്റെ വലിയ തകർച്ച മധ്യ കേരളത്തിൽ സി പി എമ്മിനെ നേരിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വി മുരളീധരൻ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങൾ സി പി എമ്മിനെ ദുർബലമാക്കിയത് ബി ഡി ജെ എസിലൂടെയാണ് എന്ന്. തീർച്ചയായിട്ടും ബി ജെ ഡി എസ് ബി എസിന്റെ സമയം ബി ജെ ഡി എസ് എന്ന് പറഞ്ഞ സാധനം വി എസിന്റെ ഒരു രാഷ്ട്രീയ സമയത്ത് അതും ദുർബലപ്പെട്ട് പോയനെ. കാര്യം വി എസിന്റെ രാഷ്ട്രീയം ആ നിലയിൽ ഞാൻ പറഞ്ഞില്ല, ആ നവോത്ഥാന പൈതൃകം വി എസിനുള്ളതുകൊണ്ട് വി എസിന് അത് വ്യാപകമാക്കാൻ അറിയാം. എങ്ങനെയാണ് ആ ജനകീയ രാഷ്ട്രീയത്തിലൂടെ അത് ഉയർത്തിക്കൊണ്ടറിയാം. കാര്യം ആരാണോ വി എസിന്റെയോ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെ പേരിൽ നിന്ന് അകന്നു പോയത് അവർ ഏതൊക്കെ രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള രാഷ്ട്രീയം വി എസിന് പറയാമായിരുന്നു. കാര്യം അത് ജനകീയ രാഷ്ട്രീയമാണ്. അതിന്റെ മുമ്പിൽ ഞാൻ ഒരു ഒറ്റ കാര്യം ഇവിടെ ചോദിക്കാം. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ എന്ത് സാമുദായിക പ്രശ്നങ്ങൾക്കാർക്കും ഉന്നയിക്കേണ്ടതെന്ന് ഇവിടെ ജനങ്ങൾ മുഴുവൻ പട്ടിയ സമയത്ത് ജനങ്ങൾ ഗവൺമെന്റ് ഇടപെട്ടതാണ് ഗവൺമെന്റ് ഉണ്ടായ നേട്ടം. അതാണ് സഭാഷ് ചന്ദ്രബോസ് സാറ് പറയുന്ന കാര്യം. ഗവൺമെന്റ് ഏത് സമുദായ നേതാവാണ് അവിടെ വോട്ട് വിളിച്ചു കൊടുത്ത കാര്യം ജനങ്ങൾ പ്രശ്നം. അവിടെ ഒരു സീരിയസ് പ്രശ്നം കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് എല്ലാത്തിനും അധികമായി ഗവൺമെന്റ് ഇടപെട്ടു. അതിന് ഗുണഫലം ആ ഗവൺമെന്റ് കിട്ടും ചെയ്തു.